ഹലോ നമസ്കാരമുണ്ട്. എ ടു സെഡ് ബഫൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തൃശ്ശൂർ ലാലൂർ ചന്തയത്തെ വീഡിയോ ആണ്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നേരം എടുത്ത് രാവിലെ തന്നെ കന്നുകൾ, പോത്തുകുട്ടികൾ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട്. വളർത്തുകുട്ടികൾ നല്ല നല്ല ചെറിയ കുട്ടികളൊക്കെ നല്ല വളർത്താൻ പറ്റിയ അടിപൊളി ക്വാളിറ്റി കുട്ടികൾ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട് കേട്ടോ. 22-25 റേഞ്ചിലൊക്കെ. അതുപോലെ തന്നെ പശു കുട്ടികൾ, നല്ല വളർത്തു കുട്ടികൾ, നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രീഡ് കുട്ടികൾ 17-18ഒക്കെയാണ് റേറ്റ് പറയണത്. അവരിപ്പോൾ ചോദിക്കുന്ന റേറ്റാണ്. ഇതെവിടെയൊക്കെ അതിനാണ് ചെറിയ കുട്ടികൾ 12 രൂപ. ഈ കുട്ടിക്ക് 12 രൂപ റേറ്റാണ് പറഞ്ഞത്. അപ്പുറത്തെ കുട്ടിക്ക് 17. പിന്നെ അതുപോലെ നല്ല നല്ല കറവ പൈക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വലിയ ഒരു 10 ലിറ്ററിന് മേലേക്കൊക്കെ പാല് കിട്ടണ ടൈപ്പ് പൈക്കളും ചെറുകിട പാർട്ടിക്കാർക്ക് പറ്റിയ പൈക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ആടുകളൊക്കെ വന്നിട്ടുണ്ടായി. ആടുകളുടെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് തന്നെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള ആടുകൾ ഉണ്ടായില്ല. ഈ ആഴ്ച കുറച്ചായിരുന്നു, ഒരു 10 ആടിന് കഷ്ടി വന്നിട്ടുണ്ടായുള്ളൂ. നല്ല ആടുകളാണ്, മലബാറി ആടുകൾ, നല്ല വളർത്താൻ പറ്റിയ പെടക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ കച്ചവടമായി പോയി. കുറച്ച് ആടുണ്ടായുള്ളൂ. അത് കാരണം പിന്നെ സെപ്പറേറ്റ് നമ്മൾ ചെയ്തില്ല. ഇവിടെ ഒരു പാലാട് നിൽക്കുന്നുണ്ട് കേട്ടോ. 17,000 രൂപയാണ് ചോദിക്കുന്നത്. 17,000 രൂപ ചോദിക്കുന്ന വിലയാണ്. അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ പറ്റിയ ആടുകളൊക്കെ ഒന്ന് ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ചെറിയ ടൈപ്പ് കുള്ളൻ ടൈപ്പ് മൂരിക്കുട്ടി നിൽക്കുന്നുണ്ട്. 16,000 രൂപയാണ് അതിന് ചോദിച്ചത്. അതൊരു ഷോക്കൊക്കെ വളർത്താൻ പറ്റിയ ടൈപ്പ് മൂരിക്കുട്ടി ആയിരുന്നു അത്. ഇതെവിടെ വലിയൊരു മൂരിക്കുട്ടി വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള പൈൻകുട്ടികൾ കണ്ടോ. നല്ല നല്ല പൈൻകുട്ടികൾ. അവിടെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, 1 മാസം 2 മാസം പ്രായമുള്ളത്. പോത്തുകുട്ടികൾ അതുപോലെ നല്ല നല്ല വളർത്താൻ പറ്റിയ പോത്തുകുട്ടികളും വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു 50 രൂപ 55 രൂപ റേഞ്ച് വരുന്ന വലിയൊരു ഫ്രെയിമുകൾ ചോദിക്കണത് കേട്ടോ. ഫ്രെയിമുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികളൊക്കെ 45 50ഒക്കെയാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് കണ്ടത് ഇതിനൊക്കെ 35 38 40 അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് കേട്ടോ. വളർത്താൻ പറ്റിയ നല്ല ക്രോസ് കുട്ടികൾ, നല്ല കുട്ടികൾ, നല്ല ഉടൽ നീളവും ഹൈറ്റും നല്ല വാലർക്കൊക്കെ ഉള്ള നല്ല അടിപൊളി കുട്ടികൾ, ആരോഗ്യമുള്ള കുട്ടികൾ. ഇവിടെ കുറച്ചുകൂടി ചെറിയ ടൈപ്പ് കുട്ടികളാണ് കേട്ടോ. ഒരു 17 18 ആ റേഞ്ച് ചോദിക്കണ ചെറിയ കുട്ടികൾ ഒക്കെ ഉണ്ടോ. ക്വാളിറ്റി ഉണ്ടോ, നല്ല അടിപൊളി ഹെഡും പക്കാ ക്വാളിറ്റി, നല്ല വളർത്താൻ പറ്റിയ കുട്ടികൾ, വളർത്തു കുട്ടികൾ എന്ന് പറയില്ലേ. അതിൽ ക്രോസ് കുട്ടികളുണ്ടാവാം, മുറയും ജാഫ്രബാദി ഒക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇറച്ചിക്ക് പോണ ഇരുമുളക് എന്ന് വന്നിട്ടുണ്ടായിട്ടാ. ഇതൊക്കെ മോളിൽ നിന്നൊക്കെ ഒഴിവാക്കണതാണ്. നല്ല ടൈപ്പ് എരുമകളാണ്. അതൊക്കെ ഇനി മീറ്റിൻ്റെ ആവശ്യത്തിനെ പോകുള്ളൂ. ഇതെവിടെ കണ്ട കുട്ടികൾ, നല്ല നല്ല കുട്ടികൾ. ആ അറ്റത്തെ കുട്ടി കണ്ട, നല്ല ഉടൽ നീളവും നല്ല ഹൈറ്റും. അങ്ങനത്തെ കുട്ടികളൊക്കെ മേടിച്ച് വളർത്തണം കേട്ടോ. ശരിക്കും വളർത്തുമ്പോൾ നല്ല ഉടൽ നീളം ഹൈറ്റും വേണം, അല്ലെങ്കിൽ ശരിക്കും കുളച്ച് പോയിട്ട് കാര്യമില്ല. ഹൈറ്റ് വയ്ക്കാണ്ടിരുന്നിട്ട് വണ്ണം വെച്ചിട്ട് തടി കയറിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഹൈറ്റ് വെച്ച് ഗുണം, നീളം വയ്ക്കണം, നല്ല വളർച്ച കിട്ടണം, എന്നാലേ അതിൽ തടി കയറിയിട്ട് കാര്യമുള്ളൂ. ഈ കാണുന്ന 2 കുട്ടികൾ കണ്ട, അവരുടെ കൊമ്പ് ശ്രദ്ധിച്ചാൽ രണ്ടാളുടെയും കൊമ്പ് ഊരി പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ എന്തെങ്കിലും ഡാമേജൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് എടുക്കുക. കുട്ടികൾ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ്, പക്ഷെ പറഞ്ഞിട്ട് 2 കൊമ്പ് ഊരിപ്പോയി. ആ അറ്റത്തേക്കാണ് കുട്ടികളുണ്ട ആ വരിയിൽ. ഈ നിൽക്കണൊരു പോത്ത്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പോത്താണ്ട്. എന്ന് ചന്തയിൽ വന്ന അടിപൊളി പോത്ത് കുട്ടി തന്നെ പറയാം, കാരണം ഇനി നല്ല രീതിക്ക് വലുതാവും. പക്ഷെ അവന് 1-2 പോരായ്മകൾ ഞാൻ കണ്ടത് ഈ പുള്ളിയാണ്, ഈ ദേഹത്തുള്ള ഇതുപോലത്തെ പുള്ളികൾ. പിന്നെ അടിയിൽ അതിൻ്റെ പൊക്കിൾ കുടിയുടെ അവിടെയായിട്ട് ഒരു സഞ്ചി പോലെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അരണീയാണോ എന്നൊരു സംശയമുണ്ട്. മാറിയെടുക്കും, പക്ഷെ അതും കൂടി വന്നപ്പോഴാണ് നമുക്കതൊരു എടുക്കാനൊരു ഇതായി. കാരണം എടുക്കണം എന്ന് ആഗ്രഹിച്ച കുട്ടിയാണ് ഞാൻ. നമ്മൾ അതിനെ കണ്ട് അത്ര ഇഷ്ടപ്പെട്ട നല്ലൊരു കുട്ടി. ഇന്ന് ചന്തയിൽ വന്ന് നമ്മുടെ ഒരു പോത്തും കുട്ടിയുടെ ഒപ്പം പിടിക്കാൻ പോകുന്ന അതേ ക്വാളിറ്റി അതേ ഷേപ്പുള്ള കുട്ടി. ഒരു കൊല്ലം നിർത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ അവൻ വേറെ രീതിക്ക് കയറും. അതുപോലത്തെ കുട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. അവനൊരു 1-2 പോരായ്മ, അതിനുള്ള വാല്യൂ ആണ് ആൾ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും വലിയ കുട്ടിക്ക് ആൾ ചോദിച്ചത് 50,000 രൂപയാണ്. നല്ലൊരു വലിയൊരു പോത്ത് കുട്ടി എന്ന് കുട്ടിയാണ് ആൾ പ്രായം കൊണ്ട്, പക്ഷെ ശരീരം കൊണ്ട് വേണ്ട. അപ്പം അങ്ങനത്തെ പോത്ത് കുട്ടികളൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൂടി നോക്കണം. കാരണം ആ പുള്ളി എന്നൊക്കെ പറയുന്നത് പെരുന്നാളിൻ്റെ സമയത്ത് നമ്മുടെ കയ്യിൽ പെടാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ പുള്ളികളൊക്കെ വന്നു കഴിഞ്ഞാലോ. പിന്നെ അരണീയര അസുഖത്തിൻ്റെ കേസ് പൊക്കിൾ കൂടി അവിടെ ആയിട്ടുണ്ട്, വീർമതി ഉണ്ട്. അത് മാറിയില്ലെങ്കിലും പ്രശ്നമാണ് പോത്തിന്. അപ്പോൾ അങ്ങനത്തെ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട. അതിൻ്റെ പൊക്കിൾ കൂടിയുടെ അവിടെ ആയിട്ടൊരു
കഴള പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കണം. ഇത് 50 രൂപ എന്ന് പറഞ്ഞത് എങ്ങനെ പോയാലൊരു 40-43 രൂപ റേഞ്ചിലെ സാധനങ്ങൾ കൊടുത്തു പോകും. കാരണം ഇപ്പം 42 രൂപയ്ക്ക് പിടിമേലി നിൽക്കുന്നുണ്ട് ഇത്ര വലിയ പോത്തൊരു അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു പോത്തും കുട്ടിയാണെങ്കിൽ ചന്തയിൽ ചോദിക്കണ വില 55-60 രൂപയാണ് വലിയ പോത്തും കുട്ടിക്ക്. ഒരു 50 രൂപ എങ്ങനെ പോലും കിട്ടും. അങ്ങനെ കച്ചവടം നടക്കേണ്ട പോത്തും കുട്ടിക്ക് ഇവിടെ ചോദിക്കുന്നത് 42-നൊക്കെയാണ് ആൾക്കാർ. അത് ഏകദേശം 43 രൂപയ്ക്ക് ഇപ്പോൾ കച്ചവടം വഴിയുണ്ട്. അത്ര നല്ല പോത്തുകുട്ടി. നമുക്ക് ശരിക്കും പറഞ്ഞ വിഷമമായി. ഇത്ര നല്ലൊരു പോത്തുകുട്ടി ചന്തയിൽ വന്നിട്ട് മേടിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ വേണ്ട. ഇങ്ങനത്തെ കുട്ടി, ഈ കുട്ടിയൊക്കെ അതുപോലത്തെ ഒരു ഫ്രെയിമാണ്, വലിയൊരു ഫ്രെയിം. ഇങ്ങനത്തെ ഫ്രെയിമുകളൊക്കെ ഇഷ്ടംമാതിരി ചന്തയിൽ വന്നിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ എല്ലാവരും ചന്തയിൽ നിന്ന് കുട്ടികൾ എടുക്കുമ്പോൾ എല്ലാം നോക്കണം എന്ന് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട്. എല്ലാം ശ്രദ്ധിക്കണം. അത് കൊമ്പായാലും തലയില്ല. ആ കൊമ്പ് പോയ കുട്ടികളുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി തീരും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊരു വിലക്കുറവിൽ കിട്ടിയാൽ തന്നെ മേടിച്ചാലും നമ്മുടെ കയ്യിൽ വലുതായി കഴിഞ്ഞ് പെട്ടുപോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിൽ നിന്ന് ചന്തയിൽ വന്നിട്ട് ഇറച്ചി എരുമകളാണ്. ഇറച്ചിക്ക് പോണ എരുമകൾ ഫാമുകളിൽ നിന്നൊക്കെ ഒഴിവാക്കിയ നല്ല രീതിയിൽ കറവും കാര്യങ്ങളൊക്കെ ഉണ്ടായ എരുമകളാണ്. മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, ചെന പിടിക്കാണ്ടൊക്കെ ആയിരിക്കാം ഫാമുകളിൽ നിന്നൊക്കെ ഒഴിവാക്കുന്നതാണ്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന എരുമകളാണ്. അവിടുത്തെ ഫാമുകളിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ട് വരുന്ന എരുമകളാണ്. 45-50 രൂപയ്ക്കാണ് വില പറയുന്നത് കേട്ടോ. കാരണം പോത്തുകളുടെ റേറ്റിക്ക് എരുമകൾക്ക് വില പറയില്ല, ഇറച്ചി വിലയാണ് പറയുള്ളൂ. അത് വെട്ടി എന്ത് കിട്ടും, എത്ര കിലോ ഇറച്ചി കിട്ടും, അതനുസരിച്ചുള്ള വില എരുമകൾക്ക് വരുള്ളൂ കേട്ടോ. പക്ഷേ പോത്തുകുട്ടികൾക്ക് അങ്ങനെ വേണ്ട. നമ്മൾ ആ കാണിച്ച കൊമ്പ് വേണ്ട, നല്ലൊരു കുട്ടി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അതിന് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും കാണാനില്ല. പക്ഷേ ആ കുട്ടികൾ 2 കുട്ടികളും നല്ല അടിപൊളി ഹൈറ്റും മോഡലിനുള്ള കുട്ടികളായിരുന്നു. പക്ഷേ 2 ഓരോ കൊമ്പില്ല. അപ്പോൾ അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടാവും. കാരണം അത് പറയാൻ പറ്റില്ല, കൂട്ടത്തിൽ വണ്ടിയിൽ വരുന്നതല്ല. അപ്പോൾ ഡാമേജൊക്കെ ഉണ്ടാവും. അത് നോക്കിയെടുക്കുക. ഈ കാണുന്ന കുട്ടികൾ കണ്ട ചെറിയ കുട്ടികളാണ്. ഒരു 17-25 വരെ റേഞ്ചിൽ വില പറയുന്ന കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. കുട്ടികളെ ക്വാളിറ്റി നോക്കിയാൽ ഹെഡ്, ആ കൊമ്പ് വേണ്ട, ആ കൊമ്പ് താഴ്ത്തിക്ക് വളഞ്ഞിട്ടുള്ളൊരു വരുന്ന ഷേപ്പ്, അതൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടത്. ആ അറ്റത്ത് നിൽക്കണ രണ്ടാമത് നിൽക്കണ കുട്ടി ശരിക്കും പറഞ്ഞ ഇതിൽ തരവ് കുട്ടി എന്ന് പറയാനൊന്നുമില്ല. 1-2 ഇത്തിരി ക്വാളിറ്റി കുറഞ്ഞത്. അത് മോശം കുട്ടികളെന്ന് പറയാൻ പറ്റില്ല, ക്വാളിറ്റി കുറഞ്ഞ കുട്ടികളുള്ളൂ. പിന്നെ ഒരുവിധം എല്ലാ കുട്ടികളും നല്ല നല്ല കുട്ടികൾ, വളർത്താൻ പറ്റിയ കുട്ടികൾ, ഫാമിലൊക്കെ വരുന്ന അതേ കുട്ടികൾ, മുറാക്കുട്ടികൾ എന്നൊക്കെ. ഇതിന് ശരിക്കും പറഞ്ഞാൽ 4 ചോപ്പയറൊക്കെ ഇട്ട മുറാക്കുട്ടി എന്ന് പറഞ്ഞ് കൊടുക്കാം. ഈ കുട്ടീനൊക്കെ കണ്ട അതിൻ്റെ ഒരു ക്വാളിറ്റി കണ്ട നിങ്ങൾ. ഞാൻ വലുതും പറയേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എന്നെ ഓരോരുത്തർക്ക് കണ്ടറിയാം. ഇത് പോത്തുകുട്ടികളെ വളർത്തണം, പോത്തിനെ വളർത്തി പരിചയമുള്ളവർക്ക് കണ്ടറിയാം കുട്ടികളുടെ ക്വാളിറ്റികൾ ചന്തയിൽ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളൊക്കെ ചന്തയിൽ വരുന്നുണ്ട്. വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടി വന്ന് ചന്തയിൽ നിന്ന് മേടിക്കണമെന്നല്ല പറയണം. വരിക, ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ മേടിക്കുക, ബാർഗെയിൻ ചെയ്ത്. ഇല്ലെങ്കിൽ മേടിക്കണ്ട. അങ്ങനെ പറയണുള്ളൂ. കാരണം അത്ര നല്ല കുട്ടികളുണ്ട്. നമ്മൾ അടുത്ത വട്ടം ചന്തയിൽ നിന്ന് എടുക്കുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുട്ടികളല്ല, വലിയ ഫ്രെയിമുകൾ, അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ ചിലവാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുപ്പാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഫ്രെയിമുകൾ എടുക്കുക എന്ന് പറയുള്ളൂ. കാരണം അതാണ് നമുക്കൊരു ലാഭം. 5-6 മാസം കൊണ്ട് 10 രൂപ കയ്യിൽ കിട്ടും. ഇവിടെ ഒരു ഇറച്ചിക്ക് പോകണ ഒരു എരുമ, ഇതിനൊക്കെ കട്ടിങ്ങിന് പോകണത് കേട്ടോ. അതിനൊന്നും വളർത്താൻ പറ്റില്ല. കാരണം അതിൻ്റെ കാലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ചെറിയ സീനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ എരുമക്കുട്ടി, ഇത് വലിയ കുഴപ്പമില്ല എന്നുണ്ട്. പക്ഷേ ചെന പിടിക്കാണ്ടൊക്കെ ഒഴിവാക്കിയതായിരിക്കും ഇങ്ങനത്തെ നല്ല എരുമക്കുട്ടി. ചെനയൊക്കെ പിടിച്ച് കിട്ടുകയാണെങ്കിൽ നല്ല വിലയ്ക്ക് പോവും. അതെ, പോത്തുകുട്ടികളുണ്ടോ, ചെറിയ പൊട്ടും മുറികളൊക്കെ ഉണ്ട്. അതൊക്കെ വണ്ടികളിൽ വന്നിട്ട് ഉരഞ്ഞിട്ടൊക്കെ പൊട്ടുന്നതാണ്. ഇങ്ങനത്തെ ഇതൊന്നും സീനില്ല. ഇങ്ങനത്തെ തൊലി ചെറുതായിട്ട് പൊട്ടി, ഇതൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അത് 2 ആഴ്ച പാടത്തൊക്കെ ഇട്ട് കഴിഞ്ഞ് ചെറിയ മരുന്നൊക്കെ പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറിപ്പോക്കോളും. ആ കളറൊക്കെ പഴയ പോലെ തന്നെ ബ്ലാക്ക് ആയിക്കോളും. പക്ഷേ വലിയ വലിയ ഡാമേജുള്ളൂ. ഇപ്പോൾ ഈ നേരത്തെ കണ്ട കൊമ്പ് പോയതോ അതുപോലെ പുള്ളികൾ, അതിനൊരു പാണ്ട് പോലെയൊക്കെ വരികയാണെങ്കിൽ അങ്ങനത്തേനൊക്കെ പെരുന്നാൾക്ക് വില കിട്ടില്ല. ഇറച്ചിക്ക് കയറി പോവും, പക്ഷേ പെരുന്നാൾക്ക് വില കിട്ടില്ല. പശുക്കൾ, നല്ല നല്ല പശുക്കളൊക്കെ വന്നിട്ടുണ്ട്, കറവ പശുക്കൾ. നമ്മൾ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 ലിറ്റർ അല്ലെങ്കിൽ 5-6 ലിറ്റർ കിട്ടുന്ന ചെറുകിട പാർട്ടിക്കാർക്ക് പറ്റിയത് ഒരു കടിഞ്ഞൂൽ പൈ നിൽക്കുന്നുണ്ട് അപ്പുറത്ത്. 52,000 രൂപയാണ് കടിഞ്ഞൂൽ പൈക്ക്. ആ ചോദിച്ചു കേട്ടോ, നേരത്തെ കണ്ടത്. അതൊരു 50-45 രൂപയ്ക്കൊക്കെ കിട്ടണം. അതുപോലത്തെ 2ാം പ്രസവം 3ാം പ്രസവം, പിന്നെ അധികം പ്രായമുള്ളതൊക്കെ നല്ല ആരോഗ്യമുള്ള പൈക്കൾ, വില കുറവിൽ കിട്ടുന്ന ചെറുകിട പാർട്ടിക്കാർക്ക് പറ്റിയ 5-6 ലിറ്റർ പാൽ കിട്ടുന്ന പൈക്കളൊക്കെ ഉണ്ട് ഇഷ്ടംമാതിരി. ഇതെവിടെ ഒരു പയ്യും കുട്ടിയും, 4ാമത്തെ പ്രസവട്ട പൈരെ, 4ാം പേരാണെന്നാണ് പറഞ്ഞത്.
കണക്കൂട്ടലൊരു 6-7 ലിറ്റർ പാലൊക്കെ ഡെയിലി രാവിലെ കിട്ടും. അങ്ങനത്തെ ടൈപ്പ് ഒരു പയ്യാണത്. നല്ലൊരു മൂരിക്കുട്ടി. രണ്ടിനും കൂടി ചോദിച്ചത് 56,000 രൂപയാണ്. 56,000 ഒരു ചോദിച്ച വിലയാണ്. ഇവിടെ നല്ല നല്ല പൈൻകുട്ടികളെ കച്ചവടമായിട്ടുണ്ട് കേട്ടോ. 23 രൂപ, 22 രൂപ, 21 ആ റേഞ്ചിന് കച്ചവടം. ഒരു 5 കുട്ടികൾ ഞാൻ കാണിക്കേണ്ട വീഡിയോയിൽ. ഇവിടെ ചെറിയൊരു വെച്ചൂർ ക്രോസൊക്കെ ആണെന്നുണ്ട്. ചെറിയ ടൈപ്പ് പൈ. അങ്ങനത്തെ നല്ല നല്ല പൈക്കളൊക്കെ ഇഷ്ടംമാതിരി വരുന്നുണ്ട്. വെച്ചൂർ പൈക്കളൊക്കെ ഇഷ്ടംമാതിരി വരുന്നുണ്ട് കേട്ടോ ചന്തയിൽ. അതുപോലെ കടിഞ്ഞൂൽ പൈക്കിൾ, കുത്തി വയ്ക്കാറായ പൈക്കിൾ, കുത്തി വെച്ചിട്ട് ചെന ഉള്ള പൈക്കിൾ ഒക്കെ വരുന്നുണ്ട്. ഈ പൈക്കിളൊക്കെ കണ്ട ഇതൊക്കെ ചെറിയ മടിയൊക്കെ കെട്ടി നിർത്തി നീരൊക്കെ വന്നൊക്കെ എന്താണ് അങ്ങനത്തെ ഇതൊക്കെ നോക്കണം കേട്ടോ. വല്ല നീരുണ്ടോ കാര്യങ്ങളുണ്ടോ, അകിട് വീക്കം വന്ന് കാമ്പ് വല്ലതും പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. പൈൻകുട്ടികൾ കണ്ട തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാണ്. ഇത്ര ചെറിയ കുട്ടികളെ എടുക്കണമെന്നൊന്നും നമ്മൾ പറയില്ല കേട്ടോ. ആ പോത്തുംകുട്ടിയാണെങ്കിലും ആ കാണിച്ച പൈൻകുട്ടിയാണെങ്കിലും തീരെ ചെറുതോളൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വിടും. ഇങ്ങനത്തെ കുട്ടികളൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ മൂക്കയർ കുത്താറായ പ്രായ കുട്ടികളാണ്. ഇതിനെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 7-8 മാസം കഴിഞ്ഞ് കുത്തി വയ്ക്കുക. പിന്നെ ഒരു 7-8 മാസം കൂടി നോക്കിയിട്ട് കൊടുക്കുക. നല്ലൊരു 10 രൂപ കയ്യിലിരിക്കും. ഇത് പറഞ്ഞ ചെറുകിട പൈക്കിൾ. ഇത് 2 പയ്യരും മടി ഇങ്ങനെ നോക്കണം നിങ്ങളത്. നീരൊക്കെ അത് കറക്കാണ്ടൊക്കെ നീര് കെട്ടി നിർത്തി കൊണ്ടുവരുന്നതാണ് ചന്തയിലേക്ക്. അങ്ങനെ കുറേ ആൾക്കാർ കണ്ട് വില കിട്ടാൻ വേണ്ടിയിട്ടേ അതൊക്കെ നോക്കി മേടിക്കുക. കറന്നൊക്കെ നോക്കി വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ, വല്ല മടിയൊക്കെ നീരുണ്ടോയെന്നൊക്കെ. അത് പശുവിനൊക്കെ അത്യാവശ്യം വളർത്തുന്ന ആൾക്കാരൊക്കെ നോക്കി കണ്ടാൽ അറിയാം. അങ്ങനത്തെ ചന്തയിൽ വരുന്ന പൈക്കിളൊക്കെ അങ്ങനെ നോക്കിയെടുക്കണണ്ട. കാരണം ഒരു കാമ്പൊക്കെ അകിട് വീക്കം വന്ന് പോയതൊക്കെ ഉണ്ടാവാം. അങ്ങനത്തേലൊക്കെ നമ്മൾ നോക്കാണ്ടൊക്കെ ഓടിപ്പോയി മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് അതിൽ ഒരു കടിഞ്ഞൂൽ പൈ ചെന 4 മാസം ചെനയായിട്ടുള്ള പയ്യാണ് കേട്ടോ. ആ പൈക്ക് അവർ ചോദിച്ചത് 42 രൂപ കേട്ടോ. കടിഞ്ഞൂൽ പൈ ചെന 4 മാസം ചെനയുള്ളത്. അങ്ങനത്തെ പൈക്കളൊക്കെ ഇഷ്ടമായി വരുന്നുണ്ട് കേട്ടോ ചന്തയിൽ. ഇതൊക്കെ നല്ല നല്ല വലിയ വലിയ പൈക്കളാണ്. മൂത്ത കുറവാണ്. ഒരു 3 മാസം 2 മാസമൊക്കെ ചെനയുണ്ടെന്നൊക്കെ പറയണു. അവർ പറയണതാണ്. എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. ചന്തയിലെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അവർ പറയണ കാര്യങ്ങളൊന്നും വിശ്വസിച്ചിട്ടില്ല. നമ്മൾ കണ്ട കാര്യങ്ങളിലുള്ള വിലകളാണ് പറയുക. ഏത് കറവയിലും പശുവിന് കണ്ടിട്ട് മതിപ്പ് വിലകളാണ് കച്ചവടം നടക്കുക ചന്തയിൽ. അല്ലാണ്ട് അവർ 5 മാസം ചെനയുണ്ട്, 6 മാസം ചെനയുണ്ട്, 20 ലിറ്റർ പാല് കിട്ടുമെന്നൊന്നും പറഞ്ഞാൽ അതിൽ നമ്മൾ വില പേശരുത്. അത് പറഞ്ഞിട്ട് നമ്മൾ വില പേശരുത്. അല്ലാതെ നമ്മൾ കാണുമ്പോൾ ഒരു പശുവിനെ കണ്ടിട്ട് എത്ര മതിക്കണു ആ വിലയ്ക്കുള്ള. ഇവിടെ ഒരു പശു ആണോ കാസർഗോഡ് കൊടുക്കണമെന്നാണോ എന്നറിയില്ല. ചെറിയൊരു പൈ. അങ്ങനത്തെ പൈക്കളൊക്കെ നല്ല നല്ല ചെറുകിട പൈക്കളൊക്കെ ഇഷ്ടംമാതിരി കാണുന്നുള്ളത്. ഒരു വലിയ പൈ നിൽക്കണ്. അങ്ങനത്തെ പൈക്കളൊക്കെ എങ്ങനെ പോയാലും ഒരു 10-40 രൂപ 45 രൂപയ്ക്ക് കിട്ടും. അവർ പറയുന്നതല്ല, അവർ പറയുന്നതൊക്കെ 10-55 രൂപ 52 രൂപ 58 രൂപ എന്നൊക്കെ പറയും. പക്ഷെ നമുക്കൊരു ഏറ്റവും വില കുറവ് രീതിയിൽ ചന്തയിൽ നിന്ന് പൈക്കളെ കിട്ടും. അതിൽ നല്ലതിനെ നോക്കിയെടുക്കണം. അല്ലാണ്ട് ഓടിപ്പോയി എടുക്കരുത്. നല്ലതിനെ നോക്കി അതിൻ്റെ എല്ലാ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി എടുക്കുക. അപ്പോൾ നമുക്ക് 10 രൂപ ലാഭത്തിന് ചന്തയിൽ നിന്ന് കിട്ടും. വേണ്ട ഇവിടെ നല്ലൊരു പൈ നിൽക്കുന്നുണ്ട്. അത് കച്ചവടം മാറ്റി കിട്ടിക്കുന്നതാണ് കൊണ്ടുപോകാൻ. അതേ പൈക്കിൾ ഒരു സൈഡിൽ കച്ചവടമായി പോകുമ്പോൾ അടുത്ത സൈഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പൈക്കിൾ, ചെറിയ ടൈപ്പ് പൈക്കിളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട് ചന്തയിൽ. അപ്പോൾ ഇങ്ങനത്തെ പൈക്കിളും ഒക്കെ ആവശ്യമുള്ളവർ കറവയും പശുക്കളുടെ പരിപാടിയൊക്കെ നോക്കുന്ന ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ പോരെ ചന്തയ്ക്ക്. ഒരു പോത്തുംകുട്ടി 38 രൂപ വില പറഞ്ഞ്. ഇവിടെ പൈക്കുട്ടിയുടെ കച്ചവടം നമ്മൾ നേരത്തെ പറഞ്ഞ പൈൻകുട്ടികൾ കേട്ടോ. 5 ആളുണ്ട്. 26, 22, 23, 21, 21,500 ആ റേഞ്ചിലൊക്കെയാണ് കച്ചവടം. 5 എണ്ണം നല്ല പൈൻകുട്ടികൾ. ഏതോ ഫാമിൽ നിന്നൊക്കെ മൊത്തത്തിൽ മേടിച്ച് കൊണ്ടുവന്ന് മൊത്തത്തിൽ തന്നെ വേറൊരു ടീമിന് മറച്ചു കൊടുത്താണ്. ഈ വലിയ പൈൻകുട്ടീനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി വയ്ക്കാൻ പ്രായമായി. മറ്റവരൊക്കെ ഒരു 5-4 മാസമൊക്കെ അപ്പുറം വ്യത്യാസത്തിൽ കുത്തി വയ്ക്കാം. ആ റേഞ്ച് ആ പൈൻകുട്ടികൾക്കാണ് 25-26 എന്നൊക്കെ പറയുന്നത്. മൊത്തമായിട്ടാണ് എടുത്തുക്കുന്നത് ആളുട്ടാ. മൊത്തം ഒരു വില പറഞ്ഞെടുത്തു. ഒരു പോത്തുംകുട്ടി. നല്ല പൈൻകുട്ടികൾ, നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ. ഫാമുകളിൽ നിന്നൊക്കെ നിർത്തിക്കുന്നതാണ്, കണ്ടാൽ അറിയാം. കാരണം ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല നല്ല കുട്ടികൾ. ഇങ്ങനത്തെ കുട്ടികളൊക്കെ ചന്തയിൽ ഇഷ്ടംമാതിരി വരുന്നുണ്ട് കേട്ടോ. എല്ലാ വെള്ളിയാഴ്ചയാണ് നമ്മുടെ ചന്തയുള്ളത്. തൃശ്ശൂർ ലാലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ചന്ത സ്ഥിതി ചെയ്യണേ. അപ്പോൾ ലൊക്കേഷനിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാലൂർ ചന്ത എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ വരും.
അപ്പോൾ നേരെ വെള്ളിയാഴ്ച ചന്തയ്ക്ക് പോരെ. ഇങ്ങനത്തെ പശുക്കളെയും പോത്തുകുട്ടികളൊക്കെ ആവശ്യമുള്ളവർ പോരെ. ഇവിടെ ഒരു നല്ലൊരു കറവ പശു നിൽക്കുന്നുണ്ട്. കുട്ടിയില്ലട്ടോ അതിന്, കുട്ടി പിരിച്ച് വിട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് നല്ല നല്ല പൈക്കൾ കുത്തി വയ്ക്കാറായതും കടിഞ്ഞൂൽ പ്രസവമുള്ള ചേനയുള്ളതൊക്കെ ഉണ്ട്. ഒരു 10-35 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ കിട്ടും ഇങ്ങനത്തെ പൈക്കിളൊക്കെ. ഇതെവിടെ ഉണ്ട് ഇറച്ചിക്ക് പോണ എരുമകൾ നിൽക്കുന്നുണ്ട്. 40-42 രൂപ മെയിനാണ് ചോദിക്കണത് അതിന്. ഇതവിടെ ഒരു വണ്ടിക്കാളൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് പശു നിൽക്കണുണ്ട്. ഇതൊക്കെ മീറ്റിൻ്റെ ആവശ്യത്തിന് പോണതാണ്. മീറ്റിൻ്റെ ആവശ്യത്തിന് പോണ പശുക്കളും ചന്തയിൽ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച പൈക്കിൾ കണ്ടോ, നല്ല അടിപൊളി പൈക്കിൾ. മുട്ടപ്പൈക്കിളൊക്കെ ഉണ്ട്. ഇതേ ചെറിയ പൈക്കിൾ 10-32 രൂപ 30 രൂപ ആ റേഞ്ച് വില ചോദിക്കുന്ന പൈക്കിൾ. ഇങ്ങനത്തെ ചെറിയ പൈക്കിൾ ഉണ്ട് കേട്ടോ. ഒരു 5-4 ലിറ്ററൊക്കെ രാവിലെ കിട്ടുന്ന ടൈപ്പ് പൈക്കിൾ. ചന്ത നേരം വെളുത്തിട്ട് കന്നോള് വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇഷ്ടംമാതിരി കന്നോള് ചന്തയിൽ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ലാലൂർ ചന്തയിൽ ശരിക്കും പറഞ്ഞാൽ പശുക്കളുടെയും പോത്തുകുട്ടികളുടെയും ചന്തയാണ്. മൂരിക്കുട്ടികളും പശുക്കളൊക്കെ ഇഷ്ടംമാതിരി വരും. അതുപോലെ തന്നെ പോത്തുകുട്ടികളും വളർത്തുകുട്ടികളും ധാരാളം ഉണ്ട്. ഇറച്ചിമാട്, പെരുമ്പിലാവ് അങ്ങനത്തെ വലിയ വലിയ ചന്തകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇറച്ചിമാടുകൾ കുറവായിരിക്കും. വളർത്താനുള്ള മാടുകളായിരിക്കും പശുക്കളായാലും പോത്തുകുട്ടിയായിരിക്കും കൂടുതൽ. ബാക്കിയുള്ള ചന്തയിൽ ഇറച്ചിമാടുകളും വളർത്തുകുട്ടികളെക്കാളും കൂടുതൽ ഇറച്ചിക്ക് പോണ മീറ്റിൻ്റെ ആവശ്യത്തിന് പോണ മാടുകളായിരിക്കും കൂടുതൽ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്ട. ഇവിടെ ഒരു വെച്ചൂര് പശുവിനെ നിർത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു വെച്ചൂര് പശു. ഇതിൽ കച്ചവടമായിട്ടുണ്ട്. 22,000 രൂപയ്ക്കാണ് കച്ചവടം അയക്കുന്നത്. ഇങ്ങനത്തെ ഒന്നും ഇറച്ചി വില നോക്കിയിട്ടൊന്നല്ല ആൾക്കാർ. ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത്, ഒരു കൗതുകത്തിൻ്റെ പുറത്തൊക്കെ മേടിക്കുന്നതാണ് ഇങ്ങനത്തേനെയൊക്കെ. നല്ലൊരു പൈൻകുട്ടിയാണ്. ചെനയുണ്ടെന്ന് പറയണു. മടിയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റി കുട്ടി. അപ്പോൾ ഈ ആഴ്ചത്തെ ലാലൂർ ചന്തത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചന്തയുടെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.